ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ഹിസ്റ്ററിക്കൽ ഡേ ആണ്. ഇത് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു ദിവസം. കാരണം ഇന്ന് കുഞ്ഞൻ ലണ്ടനിലെ മിനി മാരത്തൺ ഞങ്ങൾ ഓടാൻ പോവുകയാണ്. അതിനു വേണ്ടി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പ്രിപ്പയറായി റെഡി ആയിട്ട് നിൽക്കുന്ന കുഞ്ഞൻ. എൻ്റെ ഷൂസ്, പാൻറ് എല്ലാം. ഞങ്ങളങ്ങനെ ലണ്ടൻ ചാരിങ് ക്രോസിൽ ചെന്നിട്ട് അവിടെ ഹോഴ്സ് പരേഡ് നടക്കുന്ന ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ ചെന്ന് കുഞ്ഞിൻ്റെ ക്ലാസ്സിൻ്റെ ടീച്ചർ അവിടെയുണ്ട്. കിറ്റുകളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഞങ്ങളത് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തതിന് ശേഷം 12:15 ഞങ്ങളോട് അവിടെ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. 12:45 ഞങ്ങളുടെ റൺ തുടങ്ങുന്നത്. ഏകദേശം 30 മിനിറ്റ് ആണുള്ളൂ. 30 മിനിറ്റ് കൊണ്ട് 2.6 കിലോമീറ്റേഴ്സാണ് ഞങ്ങൾ ഓടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി. കുഞ്ഞ്, ആർ യു റെഡി? ഏകദേശം 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ടെമ്പിൾ ജുവൽസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി. അറൗണ്ട് 11:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ലണ്ടൻ സ്റ്റേഷനിലെത്തി. ഈ പ്രോഗ്രാം എല്ലാം ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ടീച്ചറിനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ കണ്ടു. ടീച്ചറിൻ്റെ കൂടെ ഞങ്ങൾ മാരത്തണിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ടുള്ള ആ ഒരു പ്ലേസിലേക്ക് ഞങ്ങൾ എത്തി. ഹോഴ്സ് പരേഡ് നടക്കുന്ന സ്ഥലത്ത് ഹോഴ്സ് ഗാർഡ് പരേഡ് നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അവിടെ എത്തിയപ്പോൾ ടീച്ചർ നമുക്കൊരു ലണ്ടൻ മിനി മാരത്തൻ്റെ കിറ്റ് തന്നു. ഈ കിറ്റിൻ്റെ അകത്താണ് നമ്മളുടെ നെയിം ബാഡ്ജ് എല്ലാം വരുന്നത്. അപ്പോൾ ആ കിറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. TCS മിനി ലണ്ടൻ മാരത്തൺ. കുഞ്ഞനും ഞങ്ങളെല്ലാവരും സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഇതിൽ പങ്കെടുക്കാൻ കിട്ടിയതിലും ഓർത്തിട്ട്. അപ്പോൾ കുഞ്ഞൻ മെല്ലെ ആ ഒരു കിറ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് ഏകദേശം നമ്മൾ ഓടുന്ന ആ ഒരു നമ്പർ പ്ലേറ്റ് അതിലുണ്ട്. അപ്പോൾ ആ ഒരു ബാഡ്ജാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. TCS ടാറ്റ കൺസൾട്ടൻസി ലണ്ടൻ മിനി മാരത്തൺ 2025. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കയ്യിൽ കെട്ടാനുള്ള ഒരു ബെൽറ്റും ഉണ്ട്. കുഞ്ഞിൻ്റെ നമ്പർ 17341 ആയിരുന്നു. അപ്പോൾ ഈ ഒരു നെയിം ബോർഡിൻ്റെ ബാക്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എഴുതി കൊടുക്കണം. ഞങ്ങളതെല്ലാം എഴുതി കൊടുത്തു. ഒപ്പം തന്നെ അതിൻ്റെ സൈഡിലൊരു ചെറിയൊരു തിക്കായിട്ടുള്ളൊരു പോർഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ കീറി അതിൻ്റെ അകത്ത് ഒരു ചെറിയ ചിപ്പ് അല്ലെങ്കിൽ ട്രാക്കറുണ്ട്. ആ ട്രാക്കർ വെച്ച് അവർക്ക് ഈസി ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മളത് ക്രോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്കാനായിട്ട് നമ്മൾ ടോട്ടൽ എത്ര റൺ ടൈം എടുത്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ അത് കൃത്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജിപ്സി കുഞ്ഞിന് ബോർഡെല്ലാം വെച്ച് കൊടുത്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം 15,000 കുട്ടികൾ പങ്കെടുത്ത ഒരു ഈവൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയും എല്ലാവരും കൂടെ വന്നപ്പോൾ നല്ല ക്രൗഡായിരുന്നു അവിടെ. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പെൻ എൻട്രൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികളെല്ലാം പെൻ, പേരൻസ് എല്ലാം ക്യാപ്പ്. അപ്പോൾ നമുക്ക് പെൻ എൻട്രൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളെല്ലാവരും അവിടെ ചെല്ലണം. അതിനുശേഷം നമ്മൾ എൻഡ് പോയിന്റിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലാണ് ക്യാപ്പ് ഉള്ളത്. അപ്പോൾ പെൻ വന്ന് ക്യാപ്പിലോട്ട് ചേരും എന്നുള്ളൊരു മീനിങ്ങിലാണ് അവർ അങ്ങനെ ഒരു നെയിമും പെന്നും ക്യാപ്പും കൊടുത്തിരിക്കുന്നത്. ക്യാപ്പ് നമ്മുടെ കയ്യിലിരിക്കും, പെൻ ഓടുന്നു, അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ കുട്ടികളെല്ലാം ഓടാൻ ഏകദേശം റെഡിയായി. നമ്മുടെ സ്കൂളിൽ നിന്ന് 25 കുട്ടികൾക്കായിരുന്നു സെലക്ഷൻ കിട്ടിയത്. ഈ കൂട്ടത്തിൽ കുഞ്ഞിനെ ശരിക്കും ഒരു കുഞ്ഞ് കടുകുമണിയോളായിരുന്നു കാണാനുണ്ടായിരുന്നുള്ളൂ ആ ഒരു ഗ്രൂപ്പിൽ. സോ എക്സൈറ്റഡ് ആണ് ആൾ ഓടാൻ വേണ്ടിയിട്ട്. നമ്മൾക്കൊരു വേവ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, വേവ് നമ്പർ 25. അപ്പോൾ 25 വേവ് നമ്പറിൽ ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാം. പോയി നിന്ന് കഴിഞ്ഞിട്ട് അവർ 12:45 അപ്പോൾ റൺ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി റൺ തുടങ്ങാൻ പോവുകയാണ്. I think you can do better than that. So try again. How excited are you? Much better. I'm going to go test the other side out. With
got 2 minutes to go. So, this side. എക്സാക്ട്ലി പറഞ്ഞ ടൈമിൽ തന്നെ റൺ സ്റ്റാർട്ട് ചെയ്തു. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ അവർ പക്കയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ജിപ്സിയും ടീച്ചറും എല്ലാവരും ഓൾറെഡി ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് പോയി. അവിടെ വെച്ച് കുട്ടികൾ കണക്ട് ചെയ്യാൻ 10 മിനിറ്റാണ് ഈ റണ്ണുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ കുട്ടികൾ 2.6 കിലോമീറ്റർ റൺ ചെയ്ത് അവിടെ എത്തും. എല്ലാവരും നന്നായിട്ട് തന്നെ ഓടുന്നുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിനെ നോക്കി എന്നിട്ട് കിട്ടുന്നില്ല. പക്ഷേ എങ്ങനെയോ എൻ്റെ കണ്ണിൽപ്പെട്ട് അവളെൻ്റെ ക്യാമറയിലും കിട്ടി. എങ്ങനെ അത് ക്യാമറയിൽ വന്നു, ഞാൻ എങ്ങനെ ആ സമയത്ത് ക്യാമറ തിരിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എങ്ങനെയോ അവളെ എൻ്റെ ക്യാമറയിൽ പെട്ടു. ഈ കൂട്ടത്തിൽ കാണാം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ ഇത് ഞാൻ വേറെ സ്ഥലത്ത് വന്നപ്പോൾ എൻ്റെ ഏകദേശം കുട്ടികളെല്ലാം ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തി. ഇതാണ് TCS മിനി ലണ്ടൻ മാരത്തൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റ്. ഇത് നമുക്ക് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടില്ല. ഇത് കുട്ടികൾക്ക് മാത്രമേ ഇതിൽ കടന്നു വരാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ കുഞ്ഞനത് ഇവിടെയായിട്ട് നമുക്ക് കാണാം. കണ്ടോ, അവിടെയും വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുകയുള്ളൂ. നവയെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഓടിയെത്തി എന്നാണ് അവൾ പറഞ്ഞത്. എങ്ങും അവൾ സ്റ്റേ ഒന്നും ചെയ്തില്ല, ഈസി ആയിട്ട് ഓടിയെത്തി. ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവൾ ഫിനിഷ് ചെയ്തു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു. ചൈനീസോ കൊറിയൻസോ ഒക്കെയാണ് അവർ നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഒരു റീൽസ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കണ്ടു നിന്നു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഓവർ ക്രൗഡഡ് ആക്കാതെ നമ്മൾ അവിടുന്ന് പോരാനുള്ളൊരു നിർദ്ദേശം നമുക്ക് കിട്ടിയിരുന്നു നേരത്തെ തന്നെ. അങ്ങനെ ആർട്ട് ഗാലറിയൊക്കെ കണ്ട് ലണ്ടനൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം 8 മണിയോട് കൂടിയിട്ട് വീട്ടിലെത്തി.